ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഡിവൈൻ്റെ ആൻസർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഇത് റെസനേറ്റ് ആകുന്നത്. ഇതൊരു ജനറലൈസ് റീഡിംഗ് ആണ്. ആരാണോ കാണുന്നത് അവർക്ക് റെസനേറ്റ് ആകും. അങ്ങനെയാണ്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. Thank you, my Lord. Thank you, Angel. Thank you for your answer. Okay. One more card. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നല്ല റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് പൈസ വേണ്ട ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ ക്യാഷ് നീഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യുക? നിങ്ങളത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയുടെ ഭാഗത്ത് നിന്ന്, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. അത് കിട്ടുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 8 ഓഫ് പെൻഡക്കിൾ ആണ്. അപ്പോൾ ഒരു കറക്റ്റ് പാറ്റേണിൽ പോകുന്ന ഒരു വർക്കാണ് ഇതിൽ കാണുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റായിട്ടൊരു വേ തന്നെയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എംബറസ് എന്ന കാർഡാണ്. എംബറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം തികഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിനു വേണ്ടി ഒരു ടോക്കൺ ഓഫ് ലവ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന വർക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു എംബറസ് എന്ന് പറഞ്ഞ എല്ലാം തികഞ്ഞ, അതായത് ഭൂമിയിൽ പ്രകൃതിയെ വിശ്വസിച്ച്, നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച്, നമ്മൾ ഒരിക്കലും ഗ്രൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിലിരിക്കുന്ന വ്യക്തി ഗ്രൗണ്ടഡ് ആണ്, അല്ലാണ്ട് ഈഗോയോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു ഇതാണ് കാണുന്നത്. താങ്ക് യു മൈ ലോർഡ്. താങ്ക് യു മൈ വ്യൂവേഴ്സ്.